ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീനാണ്. നമ്മൾ ഈ ഷൂട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 സെഗ്മെൻ്റ് ആയിട്ടാണ്. ഇവരുടെ ലവ് സ്റ്റോറി ആക്ച്വലി നമ്മൾ ഇതിലൂടെ കവർ ചെയ്തത്. നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലം വന്നിട്ട് കവടിയാറ് ബീച്ച്, ടർഫ്, പിന്നെ ബസ്സിൻ്റെ അകത്ത് കുറച്ച് ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ സമുദ്ര ബീച്ചിൻ്റെ അവിടെയും വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം വരുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഷൂട്ടിനെ പറ്റി പറയുവാണെങ്കിൽ കോമഡി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവർ രണ്ടുപേരെ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ വർക്ക് എടുക്കുന്ന പോലെ മാത്രമേ തോന്നിയിട്ടുള്ളായിരുന്നുള്ളൂ. ഭയങ്കര ഫ്രീയും ഹാപ്പി ആയിരുന്നു ഞാൻ ഈ വർക്ക് എടുത്തപ്പോൾ. അവരും സാറ്റിസ്ഫൈ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി സാറ്റിസ്ഫൈഡും ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ആഡ് ചെയ്തേക്കാം. ഇവരുടെ ലവ് സ്റ്റോറി അതിൽ തന്നെ പറയുന്നുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ബീച്ചിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറയൊക്കെ ഫുള്ളി നനഞ്ഞ ഒരു കണ്ടീഷൻ ആയിരുന്നു. പിന്നെ കുടയും തുണിയൊക്കെ വെച്ച് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് ആ വീഡിയോയിലുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിലൊരു കോമഡി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബ്രൈഡ് കരയുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫീലിങ്സ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ വർക്ക് എടുത്തതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഈ ഔട്ട് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തില്ല ഈ വർക്ക് എടുത്തപ്പോൾ. അവരും അതുപോലെ എൻജോയ് ചെയ്ത് വർക്കിൽ കൂടെ സഹകരിച്ച് നിന്നായിരുന്നു. മഴ കഴിഞ്ഞിട്ടുള്ള ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ നല്ല ഫ്രെയിം ആൻഡ് പോസസ് വയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യമാണോ എന്ന് അറിഞ്ഞൂടാ, കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ MSCയുടെ ഷിപ്പ് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഷോട്ട് അത് ബാക്ക്ഗ്രൗണ്ടാക്കി എടുത്തായിരുന്നു. ഓവറോൾ ബീച്ചിൻ്റെ ഷൂട്ട് അടിപൊളിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാറായപ്പോൾ ബ്രൈഡിൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വന്ന് അവരോട് ബൈക്കൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് രാവിലെ നമുക്ക് ബസ്സിലായിരുന്നു ഷൂട്ട്. പോകുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മൾ ഷൂട്ടിന് കയറി. അപ്പോൾ മനസ്സിലാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. എങ്ങനെയൊക്കെയോ ബസ്സിൻ്റെ അകത്ത് തൂങ്ങിക്കിടന്നൊക്കെ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ നമ്മൾ കുറേ ഷോട്ട് എടുത്തായിരുന്നു. ബസ്സിലിരുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചത് നമ്മളേതോ സീരിയലിൻ്റെ സിനിമയുടെ എന്തോ ഷൂട്ടെന്നാണ് വിചാരിച്ചത്. കുറച്ചുകൂടിയൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ അനിയത്തി. അങ്ങനെ നമ്മൾ സമുദ്രയിലേക്ക് പോയി കുറച്ച് ഷോട്ടൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ അവിടെ എടുത്ത വിഷ്വൽസൊക്കെ അവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നൈസായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടർഫിൽ പോയി ഹോക്കിയുടെ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു ബാക്കി. അങ്ങനെ അവർ തരുന്ന ബോളൊക്കെ ഇങ്ങനെ ചുമ്മാ തട്ടി അങ്ങോട്ടൊക്കെ കളിക്കായിരുന്നു. എനിക്ക് ഹോക്കി കളിക്കാനെന്ന് പറഞ്ഞാൽ പക്ഷേ ബ്രൈഡിനും ബ്രൈഡിൻ്റെ അനിയത്തിക്കും നല്ലപോലെ ഹോക്കി കളിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വർക്കിന് മുന്നേ വാമപ്പ് എന്ന പോലെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷൂട്ടിന് കയറി. അവിടെ നിന്ന് അത്യാവശ്യം വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഔട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ഓക്കെ ബൈ. ഇത് ഞങ്ങളുടെ സ്റ്റോറിയാണ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി. അതായത് അതിന്റെ ഉപേക്ഷിച്ച ഒരു ദിവസമാണ് ഞാൻ അശ്വതിയെ കാണുന്നത്. അമ്മാൻ്റെ ബസ് കയറിയ ദിവസം അശ്വതിനെ കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്. എൻ്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കയറുന്ന ബസ്സിനെ ഇവിടെ കയറണേ. ശരി എന്തോ അപ്പോൾ ദൈവം പ്രാർത്ഥനയായിട്ടും അവൾ ആ ബസ്സിൽ തന്നെ കയറി. വിഴിഞ്ഞം വരെ എന്റെ കൂടെ അവൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കയറിയപ്പോ നോക്കുന്ന ഇതാരാ, 2 കണ്ണുകൾ എന്നെ തന്നെ തുറച്ചു നോക്കുന്ന, എന്നെ തന്നെ നോക്കുന്ന. ആ തുറച്ചു നോക്കിയാൽ എന്റെ സ്നേഹത്തോടുള്ള നോട്ടമായിരുന്നു. ഞാൻ വീണ്ടും വരുമ്പോ ഞാൻ കയറുന്ന ഏത് ബസ് കയറിയാലും ഇവനെ തന്നെയാ കാണാം. അങ്ങനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. ഞാൻ പോയി പ്രപ്പോസ് ചെയ്തു. അത് ഞാൻ നല്ല അന്തസ്സായിട്ട് റിജക്ട് ചെയ്തു. എങ്കിലും ഫെയിൽ അഗൈൻ എന്നാണല്ലോ. അങ്ങനെ ഒരു 1 ഇയറിൽ ഇവന്റെ പിറകെ നടന്നില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ ഞങ്ങളിതാ ഇതുവരെ സെപ്റ്റംബർ 15 ഞങ്ങളുടെ കല്യാണമാണ്. അങ്ങനെ വി ആർ ഗെറ്റിംഗ് മാരീഡ്. വെരി ഹാപ്പി.
അയ്യോ, ഇവനെ ഈ ശല്യത്തിന് ഇനി ഞാൻ ജീവിതകാലം ഫുള്ള് ചുമക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സങ്കടം എന്നാ അങ്ങനെ ആലോചിക്കണ്ട, സഹിക്കേണ്ടി വരും. തന്നെ